തോബിത്തിന്റെ പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായം, ഈ പെരുന്നാളിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം ഇത്രമേ ഉള്ളൂ. തോബിത്തിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കണം. 4-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം ഈ പെരുന്നാളിന് ലഭിക്കുന്ന സന്ദേശമാണ്. ഈ സന്ദേശം തോബിയാസിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. വചനത്തിന് വെളിച്ചത്തിലാണ് ഞാനും നിങ്ങളോട് പറയുന്നത്. ഞാൻ എൻ്റെതായ ഒരു നിർദ്ദേശവും നൽകുന്നില്ല. തോബിയാസിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ തോബിത്ത് തൻ്റെ മകന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. മകനെ വിളിച്ചു പറയുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ തോബിയാസിന് ഇത് തോബിത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. തോബിയാസിനെ വിളിച്ച് പറയുകയാണ്, മകനെ വിളിച്ചു പറഞ്ഞു, മകനെ, ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക. നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം. അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. മകനെ, നിന്റെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരു അപ്പൻ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മയെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അമ്മ എപ്രകാരമാണ് വേദനിച്ചത്. നിന്നെ ഉദരത്തിലായിരുന്നപ്പോൾ അവനറിയത്തില്ല, അപ്പനറിയാം. പറഞ്ഞു കൊടുക്കുകയാണ്, നിന്നെ ഉദരത്തിലായിരുന്നപ്പോൾ അമ്മ ഒത്തിരി വേദനിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി സഹിച്ചിട്ടുണ്ട്. അത് മകനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൻ പറഞ്ഞു കൊടുക്കുകയാണ്, തോബിയാസിന് പറഞ്ഞു കൊടുക്കുകയാണ്. തോബിയാസിനോട് വലിയൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. 4-ാമത്തെ അധ്യായത്തിൽ 5-ാം തിരുവചനം, മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ നീ ഓർക്കണം. എങ്ങനെയാണ് ഓർക്കേണ്ടത് എന്നും കൂടി പറയുകയാണ്. ഇതാണ് ഈ പെരുന്നാളിൻ്റെ സന്ദേശം. ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു ആത്മീയ ഇടയൻ എന്ന നിലയിൽ ഞാനും ചിന്തിക്കേണ്ടതും നിങ്ങളും ചിന്തിക്കേണ്ടതും ഇതാ വചനത്തിന്റെ വെളിച്ചത്തിലാണ്. എന്താണ് നീ ഓർക്കേണ്ടത്? നിന്റെ പ്രവൃത്തികൾ മുഴുവനും നീതിനിഷ്ഠമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. നിന്റെ ശുശ്രൂഷകൾ മുഴുവനും. ഒന്ന്, നീ അനീതി പ്രവർത്തിക്കരുതെന്ന് പറയുകയാണ്. സത്യസന്ധമായിട്ട് ജീവിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ നിനക്ക് ഐശ്വര്യം കൈവരും എന്ന് പറയുകയാണ്. നീതിയോടെ സത്യത്തോടെ ജീവിച്ചു കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, നീതിയോടെ ജീവിക്കുക. രണ്ടാമത്തെ കാര്യമാണ് സത്യസന്ധമായിട്ട് ജീവിക്കുക. മൂന്നാമത്തെ കാര്യമാണ് അങ്ങനെയെങ്കിൽ നീ ഐശ്വര്യം കാണും. ഈ പെരുന്നാളിൽ പങ്കെടുക്കുമ്പോൾ നമുക്കും ചിന്തിച്ചു നോക്കാം. ഈ പെരുന്നാൾ എന്ന് പറയുമ്പോൾ, തിരുനാൾ എന്ന് പറയുമ്പോൾ തിരുത്തുവാനുള്ളൊരു സമയം കൂടിയാണിത്. തിരുത്തുവാനുള്ള സമയമാണ്. നീതിയോടെയാണോ ഞാൻ ജീവിക്കുന്നത്? സത്യത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? സത്യത്തിലൂടെയാണോ ഞാൻ നടന്നു നീങ്ങുന്നത്? അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ മൂന്നാമത്തെ കാര്യം ഇതാ ഉപദേശമായിട്ട് പറയുകയാണ്, അങ്ങനെയെങ്കിൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും. നാലാമത്തെ കാര്യം മകനെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്നും മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്നും മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവ് ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇതാണ് പെരുന്നാളിൻ്റെ ഒരു കാര്യം. പെരുന്നാളിന് നമ്മൾ ഓർക്കേണ്ടത് പാവപ്പെട്ടവനെ ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കണം. പാവപ്പെട്ടവനെയും വേദനിക്കുന്നവരെയും പ്രയാസം അനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ തിരുനാളിൻ്റെ വലിയ സന്ദേശം. ഈ മകന് കൊടുക്കുന്ന നാലാമത്തെ സന്ദേശം ഇതാണ്, ദാനധർമ്മം ചെയ്യുന്നതിൽ നീ ഒരിക്കലും മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്നും മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്നും ഒരിക്കലും മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ ഓർക്കുക, അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാനായിട്ട് മടിക്കരുത്. പ്രിയമുള്ളവരെ, ഈ തിരുനാളിൽ നമുക്ക് ലഭിക്കുന്ന വലിയ സന്തോഷം, ഈ തിരുനാൾ നമ്മളൊരു കാരുണ്യത്തിന് തിരുനാളും കൂടി ആഘോഷിക്കുകയായിരുന്നു. ഈ തിരുനാളിൻ്റെ ദിവസത്തിൽ 17-ാം തീയതി തന്നെ നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 1000-ലധികം പേർക്ക് നമ്മൾ ആഹാരം കൊടുത്ത് അവരോട് ഞാൻ പറഞ്ഞു, പള്ളി പെരുന്നാളാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഇടവ മക്കൾക്ക് എല്ലാവർക്കും ലഭിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജാതി മതഭേദമെന്നെ അവർ കരങ്ങൾ ഉയർത്തി പറയുകയാണ്. അവർ പറഞ്ഞ വാക്യം ഇതാണ്, അച്ഛൻ പേടിക്കേണ്ട, പെരുന്നാളൊക്കെ നന്നായിക്കോളും. അച്ഛൻ്റെ ഇടവക്കാരെ ദൈവം അനുഗ്രഹിക്കും. മുസ്ലിംസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പ്രിയമുള്ളവരെ, അവരുടെ വാക്യതാണ്, ഒന്നും പേടിക്കേണ്ട, പെരുന്നാൾ നന്നായിട്ട് നടന്നുകൊള്ളും. പ്രിയമുള്ളവർ, കഴിഞ്ഞ ദിവസം 125ഓളം അഗതി മന്ദിരത്തിലെ ഭിന്നശേഷിയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളും സഹോദരിമാരും വന്നു. എന്തൊരു സന്തോഷമായിരുന്നു,
എന്തൊരു സന്തോഷമായിരുന്നു. അതിലൊരു മകൻ പറഞ്ഞ വാക്യതാണ്, ഞങ്ങളെപ്പോലെയുള്ള അരയ്ക്ക് കീഴോട്ട് തളർന്നിരിക്കുന്നവർ, ബൗദ്ധിക തലത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്നവർ, എഴഞ്ഞു നീങ്ങുന്ന ഞങ്ങളെ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് ഈ പള്ളിക്ക് തോന്നിയല്ലോ, ഇവിടുത്തെ ദൈവജനത്തിന് തോന്നിയല്ലോ. അതുകൊണ്ട് മുഖ്യധാരയിലേക്ക് ഞങ്ങൾക്കും വരുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരെയും മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആരും മുന്നോട്ട് കൊണ്ടുവരാറില്ല. അവർക്ക് ആഹാരം വിളമ്പിക്കൊടുത്തപ്പോൾ, അവർക്ക് ഐസ്ക്രീം എടുത്തു കൊടുത്തപ്പോൾ, അവർ പിടിച്ചുകൊണ്ടും എടുത്തുകൊണ്ടും വന്ന് കസേരയിൽ കൊണ്ടിരുത്തിയപ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആരും പ്രധാനപ്പെട്ട ഒരു പദവിയിലായിട്ട് അവിടെ ഇരിക്കുന്നില്ല. എല്ലാവരും വട്ടത്തിലിരിക്കുകയാണ്. ആരാണ് അതിനകത്തെ പ്രധാനി? എല്ലാവരും പ്രധാനിയാണ്. അവർക്ക് എന്ത് സന്തോഷമായിരുന്നു. അവിടെ സമയം പോയത് അറിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് മടക്കയാത്രയാണ്. സമ്മാനമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ തിരികെ പോവുകയാണ്. അവിടെ ഇരിക്കുന്ന അമ്മച്ചിയോട്, അമ്മച്ചി എന്നാ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി കരയുകയാണ്, എൻ്റെ മകൻ ഇതുപോലെ എന്നെ വിളിച്ചിട്ടില്ല, എൻ്റെ മകൻ ഇതുപോലെ എന്നെ വിളിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, വർഷത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും നമ്മൾ പോകേണ്ട ഒരു സ്ഥലമാണ് ഈ അഗതി മന്ദിരങ്ങൾ. ഈ അഗതി മന്ദിരത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പോകണം. വർഷത്തിൽ നിങ്ങൾ എവിടെയെല്ലാം പോകുന്നുണ്ടാവും. ഒരുപക്ഷെ പിക്നിക്കിന് പോകുന്നുണ്ടാവും, ഒരുപക്ഷെ ഒരു ഹോട്ടലിൽ പോകുന്നുണ്ടാവും, ആഘോഷപൂർവ്വമായ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുന്നുണ്ടെങ്കിൽ, വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ കുടുംബസമേതം പോകേണ്ട ഒരു സ്ഥലമാണ് ഈ അഗതി മന്ദിരങ്ങൾ. ഒരു പാവങ്ങളാണ് പ്രിയമുള്ളവരെ, മാലാഖമാരാണ്. അവരോട് പോയി പറയണം, എൻ്റെ വീട്ടിലൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിലൊരു രോഗമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, അതിലൂടെ നിങ്ങൾക്ക് വലിയ സമാധാനം കിട്ടും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഗതി മന്ദിരത്തിൽ 125 പേര് 5 സ്ഥാപനങ്ങളിൽ നിന്നാണ് വന്നത്. അതിലെ ഒരു സ്ഥാപനത്തിൽ വന്നിരിക്കുന്ന അമ്മച്ചിമാരും സിസ്റ്റർമാരും ഈ കൊച്ചു പിള്ളേരെ കണ്ടപ്പോൾ പറയാണ്, നമ്മൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ്, നമ്മൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ്. അഗതി മന്ദിരത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആരോരുമില്ലാത്ത മാതാപിതാക്കള്, ഇത് അവിടെ താമസിക്കുന്ന അമ്മമാര്, ഇത് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാര്, അവർ വിചാരിച്ചു അവരുടെ ജീവിതമാണ് ഏറ്റവും വലിയ ദുരിതമെന്ന് ചിന്തിച്ച ആ അമ്മമാര് കൊച്ചുകുട്ടികൾ ഇഴഞ്ഞു നീങ്ങി നടക്കുന്ന കണ്ടപ്പം പറയാണ്, നമ്മൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ്. മക്കളല്ലേ നമ്മളെ ഉപേക്ഷിച്ചുള്ളൂ, അതിൻ്റെ വേദനയായിരുന്നല്ലോ. ഇത് കൈയില്ല, കാലില്ല, ഭൗതിക തലം ശരിയല്ല. ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഈ അമ്മച്ചിമാർ പറയാണ്, നമ്മൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ്. ഞാൻ അവരുടെ കൂടെ ഇരുന്നപ്പോൾ കേട്ട ഒരു വാക്യം ഇതാണ്. ഞാൻ അവരോടൊന്നും മറുപടി പറഞ്ഞില്ല. നമ്മൾ എത്രയോ ഭാഗ്യപ്പെട്ടവരല്ലേടി എന്ന് കൂടെ ഇരിക്കുന്ന സഹോദരിയോട് പറയുകയാണ്. എന്താണ്? എൻ്റെ ജീവിതത്തിലെ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കരുതിക്കൊണ്ട് നിരാശയോടെ ജീവിക്കുമ്പോഴത്തേക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തെ മുഴുവനും തള്ളിപ്പറഞ്ഞുകൊണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഞാൻ പോയി കാണണം. പ്രിയമുള്ളവരെ, വേദനിക്കുന്നവരെ കാണുമ്പോൾ എൻ്റെ പ്രശ്നം ഒരു പ്രശ്നമല്ല, എൻ്റെ പ്രശ്നം ഒരു പ്രശ്നമല്ല. നമ്മൾ പോകുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല. അതിനാൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം, നിങ്ങളെല്ലാവരും വീട്ടിൽ പോയിട്ട് ഈ ആഴ്ചയെങ്കിലും ഒന്ന് വായിക്കുക. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം മുഴുവനും വായിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വർഷത്തേക്കുള്ള എല്ലാ സന്ദേശങ്ങളും എല്ലാ ഉപദേശങ്ങളും അതിനകത്തുണ്ട്. അതനുസരിച്ച് ജീവിച്ചു കഴിയുമ്പോൾ എനിക്കും നിങ്ങൾക്കും വലിയ മനസ്സമാധാനം കിട്ടും, ശാന്തി കിട്ടും. ഈ പെരുന്നാൾ നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.